ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ജാമാസ് വെൽ ക്രിയേറ്റേഴ്സ്. ഇന്ന് നമ്മുടെ ഇൻഡെക്സ് ഓപ്ഷൻ ബൈയിങ് ലൈവ് ലേണിംഗ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന ട്രേഡും കാര്യങ്ങളും ലെവൽസും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്കൊന്ന് നോക്കാം. നമുക്കിന്ന് ഫസ്റ്റ് ട്രേഡ് ഉണ്ടായിരുന്ന 24028 ആണ്. ആ ഒരു ഏരിയയിലാണ് നമുക്ക് ഒരു ട്രേഡ് ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് 9:34 നമ്മളെ സംബന്ധിച്ച് പ്രോപ്പറായിട്ട് ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക. 9:45 നമ്മുടെ കണ്ടീഷൻ ആക്റ്റീവ് ആയത്. നമുക്ക് ഇവിടുന്ന് ഒരു മൊമെൻറ്റോ കിട്ടി. എക്സാക്റ്റ് നമുക്ക് ഇവിടുന്ന് ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ് ചെയ്യുന്ന ടൈമിലാണ് നമ്മുടെ എൻട്രി ആക്റ്റീവ് ആയത്. ഇവിടെ നമുക്കൊരു 1:2 വരെയൊക്കെ പ്രോഫിറ്റ് കിട്ടി. നമുക്കൊരു 1:3 ആണ് മിനിമം നോക്കണത്. നമ്മുടെ 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, 45 പോയിന്റ് അല്ലെങ്കിൽ 50 പോയിന്റ് ടാർഗറ്റ്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഒരു 1:2 ഒക്കെ കിട്ടിയപ്പോൾ കോസ്റ്റ് വെച്ച് അത് നമുക്ക് കോസ്റ്റ് ഹിറ്റായി കളഞ്ഞു. പിന്നെ തിരിച്ച് ഈ ലെവലിലോട്ട് വീണ്ടും വന്നപ്പോൾ ഒരു 50%. ഇവിടെ നമുക്ക് ഫുൾ ക്വാണ്ടിറ്റി, കാരണം പ്രോപ്പറായിട്ടൊരു പ്രൈസ് ആക്ഷൻ ആണ്. പിന്നെ തിരിച്ച് ഈ ലെവലിൽ ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ ടാപ്പ് ചെയ്ത് ഫെയിൽ ആയപ്പോഴാണ് നമ്മൾ വീണ്ടും ഒരു റീ എൻട്രി എടുത്തത്. അത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിൽ വ്യക്തമായിട്ട് നമുക്ക് എൻട്രിയും കിട്ടി. അത് നമുക്കൊരു 1:2 വരെയും കയറിപ്പോയി. വീണ്ടും നമ്മുടെ കോസ്റ്റ് അടിച്ചിട്ടും പോയി. 1:2 ബുക്ക് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ കോസ്റ്റ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം. 1:2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാം. നമ്മൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രൈക്ക് റേറ്റാണ് നോക്കുന്നത്. ട്രേഡിങ്ങിൽ സ്ട്രൈക്ക് റേറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാതെ റിസ്ക് റിവാർഡിനെക്കാളും ഞാനിപ്പോൾ പ്രോഫേം ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് നമ്മൾ 1:2 1:3 പ്രതീക്ഷിക്കാനല്ല. 1:20 1:100 എന്നൊക്കെയുള്ള കൺസെപ്റ്റേ ഇല്ല. അതൊക്കെ 1:10 ഒക്കെ നമ്മൾ നോക്കുമ്പോൾ 10 ട്രേഡ് എടുത്താൽ ചിലപ്പോൾ 5 ട്രേഡ് 6 ട്രേഡ് 7 ട്രേഡ് ചിലപ്പോൾ 9 ട്രേഡ് SL അടിക്കും. കിട്ടൂല. ചിലപ്പോൾ ഒരു ട്രേഡിൽ എല്ലാം കവർ ചെയ്യും, ശരിയാണ്. പക്ഷേ ഞാൻ സ്ട്രൈക്ക് റേറ്റ് ആണ് ഇപ്പോൾ നോക്കുന്നത്. അതായത് 1:1 പോലും നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. 1:2 ആണ് നമ്മൾ മിനിമം ബുക്ക് ചെയ്യണത്. 1:3 ആ റേഞ്ചിലേക്ക് ബുക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജർമ്മൻ 30 ഉണ്ടായിരുന്ന ആ ട്രേഡ് നിങ്ങൾക്ക് നോക്കി വരാൻ പറ്റും. 1:1 ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളൂ. പ്രോഫേം ട്രേഡിംഗ് കൺസെപ്റ്റ് ആണത്. നമ്മൾ ഏകദേശം $469 പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രോഫേം അക്കൗണ്ടാണ്, ഫണ്ടഡ് അക്കൗണ്ടാണ്. അപ്പോൾ വ്യക്തമായിട്ട് നമുക്കിവിടെ ഡയറക്റ്റ് എൻട്രി ആണ്. സെല്ലേഴ്സ് ടാപ്പ് ചെയ്ത് ഫെയിലായി. ആദ്യമായിട്ട് വന്ന് 50% ക്വാണ്ടിറ്റി നമ്മൾ എടുത്തത്. നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു മൊമെൻറ്റം കിട്ടി. 1:1 ബുക്ക് ചെയ്യുക ആൾക്കാരുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഹയർ ടാർഗറ്റിന് വേണ്ടി എത്തിയ ആൾക്കാർക്ക് അത് കോസ്റ്റ് ആയിരുന്നു. പിന്നെ തിരിച്ച് വീണ്ടും ബയേഴ്സ് ടേക്ക് ഓവർ. പ്രോപ്പറായിട്ട് സെല്ലിംഗ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യും. നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ ബയേഴ്സ് വന്ന്. നമ്മളിപ്പോൾ സ്പോട്ട് ബേസ് ആണ് എൻട്രി എടുക്കുന്നത്, സ്ട്രൈക്ക് ബേസ് അല്ല, സ്പോട്ട് ബേസ്. അതുകൊണ്ട് ഈസിയാണ് കാര്യങ്ങൾ. വ്യക്തമായിട്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിലാണ് നമ്മുടെ എൻട്രി ആക്റ്റീവ് ആയത്. നമ്മുടെ 50 പോയിന്റ് സ്റ്റോപ്പ് ലോസ് സിസ്റ്റം പ്ലേസ്ഡ് ആണ്. പിന്നെ നമ്മുടെ ടാർഗറ്റ് 1:3 അത് വ്യക്തമായിട്ട് അച്ചീവ് ആയിട്ടുണ്ട്. 45 പോയിന്റ് ക്ലിയർ ആയിട്ട് നമുക്ക് അതിനകത്ത് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 1:3 പ്രതീക്ഷിക്കണം. 45 പോയിന്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 50 പോയിന്റ് വേണ്ട, 45 പോയിന്റ്. അതായത് കറക്റ്റായിട്ട് 1:3 അതാണ് നമ്മുടെ ടാർഗറ്റ്. അത് വ്യക്തമായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി, നമ്മുടെ ലൈവ് ലേണിംഗ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? നമ്മുടെ കൂടെ ഒരു അക്കൗണ്ട് ഫയേഴ്സിലോ ധനിലോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ പല ട്രേഡിംഗ് കോഴ്സൊക്കെ എടുത്തിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് ട്രേഡിങ്ങിലൂടെ ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് ലൈവ് മാർക്കറ്റിൽ കിട്ടുന്നില്ല എന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ. ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിനകത്ത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. നമ്മുടെ കൂടെ ഫയേഴ്സിലോ ധനിലോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത്ര ആൾക്കാർക്ക് ഞാൻ എടുക്കുന്ന ട്രേഡ് ലെവലാണ് നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ ഷെയർ ചെയ്യണത്. അത് ഈ പറഞ്ഞ പോലെ ഒരു മിനിമം ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് മുമ്പാണ് ട്രേഡ് നമ്മുടെ ലെവൽ ഷെയർ ചെയ്യണം. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം എന്ന് പറഞ്ഞല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ 9:34 ട്രേഡ് ലെവൽ പോസ്റ്റ് ചെയ്ത്. 9:34 എന്ന് പറയുമ്പോൾ ഈ ഒരു 15 മിനിറ്റാണ് നമ്മൾ എടുക്കണം. 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ്, സെല്ലിംഗ് ക്യാൻഡിൽ ക്ലോസിംഗ് ആണ് നമ്മുടെ എൻട്രി തന്നെ. വ്യക്തമായിട്ട് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത്, അതായത് 9:34 അപ്ഡേറ്റ് ചെയ്ത് 9:45 നമ്മുടെ ട്രേഡ് ആക്റ്റീവായി. വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് 1:1 കിട്ടി, 1:2 കിട്ടി. പക്ഷേ 1:3 കിട്ടിയില്ല. ഇവിടെ ആണെങ്കിലും പ്രോപ്പറായിട്ട് സെല്ലേഴ്സ് ടാപ്പ് ചെയ്ത് ഫെയിൽ ആയപ്പോഴാണ് നമ്മൾ വീണ്ടും എൻട്രി എടുത്തത്. അതും 1:2 കയറിപ്പോയി നമുക്ക് കോസ്റ്റ് അടിച്ച് കളഞ്ഞു. പിന്നെ ഇവിടെ പ്രോപ്പറായിട്ട് ബയേഴ്സ് ടേക്ക് ഓവർ വന്നപ്പോൾ വീണ്ടും റീ എൻട്രി. അത് നമുക്ക് വ്യക്തമായിട്ടുള്ള 1:3 കിട്ടി. നമ്മുടെ ഇന്നത്തെ പരിപാടി കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തു. അതല്ല നമ്മുടെ ട്രേഡിംഗ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് കോഴ്സ് അല്ലെങ്കിൽ ട്രേഡിംഗ് മെൻറ്റർഷിപ്പ് വേണ്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്ര ആൾക്കാർക്ക് 7 ഡേയ്സ് ട്രയൽ ഉണ്ട്. നിങ്ങൾ ഏതൊരു ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചോദിക്കുകയാണെങ്കിൽ അവർ ട്രയൽ തരില്ല. ഒരു പ്രീ കോഴ്സ് ട്രയൽ എന്ന് പറയും. ഇത് പുതിയൊരു കൺസെപ്റ്റാണ്, പ്രീ കോഴ്സ് ട്രയൽ. നമ്മൾ പറയുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജി ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റാണത്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് തോന്നണതാണ് നമ്മുടെ ട്രേഡിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതിനുള്ള ഗൂഗിൾ ഫോം കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ, അത്യാവശ്യം ഫണ്ടുള്ള ആൾക്കാർ, ഫണ്ടില്ലാത്ത ആൾക്കാർ, ഇപ്പോൾ ഒരു ലോട്ട് പോലും ട്രേഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ദൈവത്തോർത്ത് ഓപ്ഷൻ ബൈ ചെയ്യാൻ വേണ്ടി വരരുത്. ഒരു അത്യാവശ്യം ഫണ്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക്
ട്രയൽ എടുക്കാം. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് കോഴ്സിൽ മെൻറ്റർഷിപ്പ് ജോയിൻ ചെയ്യുക. അതല്ല നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് 7 days കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്ത് പോവാം. നിങ്ങൾ ഏതൊരു ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്താലും ചോദിക്കണം. കാരണം ധാരാളം സ്കാമേഴ്സ് ഉള്ളൊരു മേഖലയാണ് ഈ ഒരു മേഖല. അപ്പം നിങ്ങൾ അത്തരത്തിലുള്ള സ്കാമിങ് പരിപാടിയിൽ പോയി വീഴാതിരിക്കുക. അത് വീഴാതിരിക്കാനുള്ള ഏക ഉപാധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ട്രയൽ ചോദിക്കുക ലൈവ് മാർക്കറ്റിൽ. അവരോട് പ്രീ കോസ്റ്റ് ട്രയൽ തരാൻ പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ മതി. പ്രീ കോസ്റ്റ് ട്രയൽ എടുക്കുക. എന്നിട്ട് നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് എടുത്തോ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി ആണെങ്കിൽ 50,000 1 ലക്ഷമോ 10 ലക്ഷമോ എത്ര രൂപ നിങ്ങൾ മേടിച്ചോ, വർക്ക് ചെയ്യാത്ത സ്ട്രാറ്റജിക്ക് വേണ്ടി ഒറ്റ രൂപ പോലും നിങ്ങൾ ചിലവാക്കരുത്. അതുപോലെ തന്നെ എത്ര വല്ല സ്ട്രാറ്റജി ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്യാത്ത സ്ട്രാറ്റജി 10 രൂപക്കും 5 രൂപക്കും 100 രൂപക്ക് വരെയും കിട്ടും. ഒരു കാര്യമില്ല. വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജിക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ എഫേർട്ട് എടുത്ത് വർഷങ്ങളുടെ എഫേർട്ട് കൊണ്ടാണ് ആ ഒരു ട്രേഡിംഗ് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ട്രയൽ എടുക്കാം, പ്രീ കോസ്റ്റ് ട്രയൽ എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മുടെ മെൻറ്റർഷിപ്പ് കാര്യങ്ങളിലൊക്കെ ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇവിടെ നമ്മൾ ഒരു ട്രാൻസ്പെറൻ്റ് ആണ്, അല്ലാതെ ഒളിച്ചു വെക്കണ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഒളിച്ചു വെച്ച് പിയാനിൽ കാണിച്ച ആൾക്കാരെ പറ്റിയ പരിപാടി അതൊന്നുമില്ല. ഞാൻ എടുക്കണ നമ്മുടെ പ്രോഫോമിൽ ട്രേഡിങ്ങിൽ ലൈവിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ വെറുതെ അതുണ്ടാക്കിയെന്നല്ല. ഞാൻ എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് ടാർഗറ്റും വെച്ചിട്ട് അത് വ്യക്തമായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ $469 അപ്പാണ്. മാന്യമായ റിട്ടേൺ ആണ്, അല്ലാതെ ലക്ഷങ്ങളും കോടികളല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡെയിലി ഒരു മാന്യമായ റിട്ടേൺ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്യൂട്ടി. എല്ലാവർക്കും ബൈ.